പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വീണ്ടും ഒരു നോമ്പുകാലം ജീവിതത്തിൽ വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് കടന്നു വന്ന് 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് കാൽവരിയുടെ നെറുകയിൽ സകല ജനത്തിൻ്റെയും പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് കുരിശു മരണത്തിലൂടെ യേശുക്രിസ്തു കടന്നുപോയ ആ വലിയ അനുഗ്രഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കുരിശു മരണം, അതിൻ്റെ ആഴം, അതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ച് മാറ്റി നിർത്തുകയാണ്. നമുക്ക് കാണാം 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ബൈബിൾ ഇങ്ങനെയാണ് പറയുക: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണമെന്ന് പറയുക നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് യേശുക്രിസ്തു കുരിശുമരണത്തിലൂടെ കടന്നുപോയത്. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അതായത് നമ്മുടെ പാപങ്ങളെ യേശുക്രിസ്തു ഏറ്റെടുത്തത് കൊണ്ട് നമ്മൾ നീതിയിലേക്ക് നടക്കുവാനും, അതിനുശേഷം ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു പാസ്റ്റ് ടെൻസാ. സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ ഒരിക്കലും സൗഖ്യമായേക്കാം അല്ലെങ്കിൽ സൗഖ്യം ലഭിച്ചേക്കാം എന്നല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മഹാരഹസ്യമെന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു സൗഖ്യമാണ്. മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തകൻ 129:3 ഇങ്ങനെ പറഞ്ഞു വെച്ചു: ഉഴവുകാർ ഉഴവുചാൽ കീറുന്നത് പോലെ അവർ എൻ്റെ ശരീരം ഉഴുതുമറിച്ചു. നമുക്ക് തോന്നാം യേശുവിൻ്റെ കുരിശുമരണവും യേശു ക്രിസ്തു ഏറ്റെടുത്ത ഓരോ വേദനകളും അത് ശരീരത്തേറ്റെടുത്ത മുറിവുകളും എന്തിനു വേണ്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കാതെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്കാണ് നഷ്ടമുണ്ടാവുക. അവൻ്റെ ശരീരത്തേറ്റെടുത്ത ഓരോ മുറിവുകളും നമുക്ക് സൗഖ്യമായി വ്യാപരിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും ഒരു ചേച്ചി ഫോണിൽ വിളിച്ചു. ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സഹോദരൻ്റെ ഭാര്യ പെരിന്തൽമണ്ണയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ICUവിലാണ്. ഞാൻ ചോദിച്ചു എന്തു പറ്റി? ചേച്ചി ഇങ്ങനെ തുടർന്നു: ബൗവൽ ഒബ്സ്ട്രക്ഷൻ എന്ന് വെച്ചാൽ മല വിസർജനം നടത്താനാവാതെ കഠിനമായ വയറുവേദനയിലും കഠിനമായ ഛർദിയിലും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഡോക്ടേഴ്സ് വിധി പ്രസ്താവിച്ചു, സർജറി അല്ലാതെ മറ്റ് മാർഗമില്ല. ഈ സമയം ഞാൻ ചോദിച്ചു, ആ ചേച്ചിയുമായി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ പെരിന്തൽമണ്ണയിൽ ICUവിൽ കിടക്കുന്ന ചേച്ചിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കുരിശുമരണത്തിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ ആ ചേച്ചി ജീവിതത്തിലുണ്ടായ ചില തെറ്റുകൾ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ ചില പൊട്ടത്തരങ്ങൾ, ദൈവവുമായി അകലുവാൻ കാരണമായ സകല മേഖലകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് യേശുവിൻ്റെ കുരിശുമരണത്തിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജീവിതത്തിലുണ്ടായ ചില മുറിവുകൾ, ജീവിതത്തിലുണ്ടായ ചില വേദനകൾ, ചില തീരുമാനങ്ങൾ എല്ലാം വെറുത്തുപേക്ഷിച്ച് യേശു എൻ്റെ ദൈവമാണെന്നും എൻ്റെ യേശു എനിക്കായി മരിച്ചുവെന്നും വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചേച്ചിയോട് പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. കാരണം യേശുവിൻ്റെ കുരിശുമരണത്തിനകത്ത് നടന്ന വലിയ ശക്തിയാൽ ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അത്ഭുതം 3 ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പിരിഞ്ഞു.
പിറ്റേ ദിവസം ആ ചേച്ചി എന്തോ വയറ്റിൽ എന്തോ ഒരു പ്രത്യേക ഒരു വേദന പോലെ കടന്നു വന്ന് ടോയ്ലറ്റിലേക്ക് കടന്നു പോവുകയും അതൊരു വലിയ ഒരു പോസിറ്റീവ് സൈൻ ആണെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതുകയും ചെയ്ത് പിന്നീട് ട്രീറ്റ്മെന്റ് കടന്നുപോയി. മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, ആ ചേച്ചി ഡിസ്ചാർജ് ചെയ്തു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അത് ഡിസ്ചാർജ് ചെയ്യുവാൻ കാരണമായത് യേശുവിന്റെ കുരിശുമരണത്തിനകത്തു നടന്ന ശക്തിയാൽ സ്വർഗം അത്ഭുതം ചെയ്തതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകം അതിന്റെ 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണെങ്കിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കണം, അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം, അവിടുത്തെ കൽപ്പനകള് ചട്ടങ്ങള് അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈജിപ്തുകാരുടെ മേൽ ഞാൻ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം വചനം വ്യക്തമാക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഈജിപ്തുകാരുടെ മേൽ വരുത്തി വെച്ച മഹാമാരികള് അവരുടെ ജീവിതത്തിൽ എന്താ പറയുക, തവളകൾ വ്യാപിക്കുന്നു, അതുപോലെ പേൻ പെരുകുന്നു, ഈച്ചകൾ വർദ്ധിക്കുന്നു, അവർക്ക് വ്രണങ്ങൾ ബാധിക്കുന്നു, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, കന്മഴകള്, വെട്ടുക്കിളികള്, അങ്ങനെ പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഈജിപ്തിലെ ജനം. അവിടെ നിന്നും ഇസ്രയേൽ ജനം എന്താ പറയുന്നത്, പെസഹ ആചരിച്ച് വാഗ്ദാന ദേശത്തേക്കുള്ള യാത്ര. അങ്ങനെ ചെങ്കല കടന്ന് ഷൂർ മരുഭൂമിയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് വെള്ളമില്ലാതെ, അവർ വെള്ളം കുടിക്കാനില്ലാതെ കടന്നു പോകുന്ന ഒരു സമയം. അവർക്ക് ലഭിച്ച വെള്ളമോ അത് കയ്പായിരുന്നു. ഈ സമയം ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും മോശ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം ദൈവം പറഞ്ഞു, ഒരു മരം, ആ ഒരു മരുഭൂമിയിൽ ഒരു മരം, ആ മരം വെട്ടി വെള്ളത്തിലിടുവാൻ. മാറ എന്ന് പേർ വിളിക്കുന്ന ആ ഒരു പ്രദേശത്ത്, ആ ഒരു തെളിനീര ഉറവയിൽ ഒരു മരം വെട്ടിയിടുമ്പോൾ കയ്പായിരുന്ന വെള്ളം അവിടെ എന്തായി മാറി, അത് മധുരിക്കുന്നതായി മാറി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ ഒരു കയ്പുണ്ടായേക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന ഉണ്ടായേക്കാം. പുറപ്പാട് അനുഭവത്തിലൂടെ കടന്നുപോയ ജനം ഒരു തടിക്കഷ്ണം വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ അത് മധുരിച്ചു. കാലങ്ങൾ കടന്നു, കാലങ്ങൾ ഒത്തിരിയേറെ കടന്നുപോയി. കാൽവരിയുടെ നിറുകയിൽ മറ്റൊരു മരം, കുരിശാകുന്ന ഒരു മരം ദൈവം ഒരുക്കി വെച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കയ്പുണ്ടോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗമുണ്ടോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേദനയുണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുവിൻ്റെ കുരിശുമരണത്തിലല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ല. നമുക്കറിയാം, പുതിയ നിയമം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 38 വർഷക്കാലം തളർവാദത്തിലൂടെ കടന്നുപോയൊരു വ്യക്തി, ബെത്സദ എന്ന് പറയുന്ന കുളക്കടവിൽ. പലർക്കും തെറ്റുപറ്റും, ബെത്സൈദ അല്ല, ബേത്സദ. വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു നോക്കുക. ബെത്സദ എന്ന് പറയുന്ന കുളത്തില് കുളം കലങ്ങുന്ന സമയത്ത് ഇറങ്ങുവാൻ പറ്റാതെ വിഷമത്തിലൂടെ കടന്നുപോയ 38 വർഷക്കാലം തളർവാദമുണ്ടായിരുന്ന ഒരു വ്യക്തി. യേശു ആ വ്യക്തിയോട് ചോദിച്ചു, വളരെ വ്യക്തമായി ഇങ്ങനെ ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെന്നും കുളം കലങ്ങുന്ന സമയത്ത് വെള്ളത്തിൽ ഇറങ്ങുവാൻ സാധിക്കാത്ത വേദനയും ഒക്കെ പങ്കുവെച്ചപ്പോൾ യേശു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ഇനിമേലിൽ കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കുവാൻ ഇനിമേലിൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, 38 വർഷക്കാലം രോഗത്തിലൂടെ കടന്നുപോയി നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക എന്ന് കൽപ്പിച്ച വ്യക്തിയോട് യേശു പറയുകയാണ്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ ഇനിമേൽ പാപം ചെയ്യരുത്. പാപം എന്ന് പറയുന്ന ഒരു മേഖല രോഗത്തെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ വളരെ വ്യക്തമായി ഒരു സൗഖ്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള ഒരു മെത്തഡോളജി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജെറമിയ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വളരെ കൃത്യതയോടുകൂടി ബൈബിൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു, എന്താണ്? കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. പിന്നീട് ഇങ്ങനെ പറയുന്നു, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും.
അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സൗഖ്യവും രക്ഷയും ഒരു വ്യക്തിയിലാണ് അടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലാണ് അത് നിക്ഷേപിച്ചിരിക്കുക. അതുകൊണ്ട് യേശയ്യാ 59:1 ഇങ്ങനെ പറഞ്ഞു വെച്ചു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല. എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയത് നിന്റെ പാപങ്ങളാണ്, അല്ലെങ്കിൽ നിന്റെ അകൃത്യങ്ങളാണ്. നിന്റെ കരം രക്തപങ്കിലമാണ്. എന്ന് വെച്ചാൽ പാപം ദൈവത്തിൻ്റെ മുഖം മറയ്ക്കുവാൻ കാരണമായി. അകൃത്യം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി. എന്തോ കൃത്യമല്ലാത്തതെന്തോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത് ദൈവത്തെ നമ്മിൽ നിന്നും, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും അകലുവാൻ അത് കാരണമായി. അതുകൊണ്ട് വളരെ കൃത്യമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മേഖല സങ്കീർത്തനം 51 അതിൻ്റെ 2 വാക്യം. ദാവീദ് ഇങ്ങനെ എഴുതി വെച്ചു, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. 51 സങ്കീർത്തനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പറഞ്ഞു വെച്ചു, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ പാപത്തിൽ നിന്നും എനിക്കൊരു ശുദ്ധീകരണം ഉണ്ടാവുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അകൃത്യം നമ്മളെ അകറ്റിയെങ്കിൽ ഈ അകൃത്യം കഴുകണമെന്നുള്ള പ്രാർത്ഥന ദാവീദിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വന്ന കൃത്യമല്ലാത്തതെന്തോ, അല്ലെങ്കിൽ അകൃത്യങ്ങളെ കഴുകുവാനും അത് നമ്മളുടെ പാപത്തിൽ നിന്നും നമുക്കൊരു ശുദ്ധീകരണം ലഭിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. വീണ്ടും സങ്കീർത്തനം 103:3 നമ്മൾ വരികയാണെങ്കിൽ, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അപ്പോൾ രോഗത്തിന് കാരണം ചില അകൃത്യങ്ങളാണ്. ഈ അകൃത്യങ്ങൾ നിശേഷം കഴുകിക്കളയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അതിനുശേഷം ബൈബിൾ വ്യക്തമാക്കുകയാണ്, നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ അത് സുഖപ്പെടുത്തുന്നു. അപ്പം രോഗം സൗഖ്യമാകുവാൻ ഒരു അകൃത്യത്തിൽ നിന്നും നമ്മൾ പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലക്കൽ ചിതറിക്കിടക്കുന്നു, സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായി മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് വിലാപങ്ങൾ 4:1-2 വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. തങ്കത്തിനൊപ്പം വിലയുണ്ടായിരുന്നവർ, സ്വർണത്തിന്റെ ഒപ്പം വിലയുണ്ടായിരുന്നവർ ഇന്ന് കുശവന്റെ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തങ്കവും കുശവന്റെ പാത്രവും, തങ്കത്തിന് വിലയുണ്ട്, കുശവന്റെ മൺപാത്രത്തിന് വിലയില്ല. പക്ഷെ അതെപ്പം വേണമെങ്കിലും താഴെ വീണ് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരികെ വരുവാൻ, അകൃത്യം ക്ഷമിക്കപ്പെടുന്ന, പാപം ക്ഷമിക്കപ്പെടുന്ന സൗഖ്യത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ, കാൽവരിയുടെ കുരിശിൽ ദൈവം ഒരുക്കി വെച്ച ആ വലിയ അനുഗ്രഹത്തിലേക്ക് തിരികെ വരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 53 വാക്യം, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയേകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോണം, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയേകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈ സമയം നിങ്ങൾ ചിന്തിക്കുക, ജെറമിയ 17:14, കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തിയാൽ എനിക്ക് സൗഖ്യം കിട്ടും, നീ എന്നെ രക്ഷിച്ചാൽ എനിക്ക് രക്ഷയുണ്ട്, നീയാണ് എൻ്റെ പ്രത്യാശ. സൗഖ്യവും രക്ഷയും. കുരിശുമരണത്തിലേക്ക് നോക്കുക, അവന്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പത്രോസും പറഞ്ഞു വെച്ചു, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സൗഖ്യം പ്രാപിക്കുവാൻ ഈ ലോക ചരിത്രത്തിൽ ക്രിസ്തുവിന്റെ കുരിശുമരണമല്ലാതെ
അവൻ്റെ മുറിവുകളല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കായി സ്വർഗം നൽകിയിട്ടില്ല. യേശുവിൻ്റെ ശരീരത്തിൽ മുറിവിന് ശേഷം ആ മുറിവിൽ നിന്ന് രക്തം, ആ രക്തത്തിന് ശേഷം വെള്ളം കടന്നു വന്നതായി നമ്മൾ കാണുന്നുണ്ട്. കുന്തം കൊണ്ട് അവൻ്റെ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും രക്തവും വെള്ളവും കടന്നു വന്നു. ആദ്യം മുറിവുണ്ടായി, മുറിവ് സൗഖ്യത്തിന്, രക്തം പാപമോചനത്തിന്. 1 യോഹന്നാൻ 1:7 പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിനുശേഷം വന്ന വെള്ളം, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി. മുറിവ് സൗഖ്യം, രക്തം പാപമോചനം, വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി നമുക്ക് അനുഗ്രഹമാകുന്നു. യേശുവിൻ്റെ ആ നെഞ്ചിൽ കുത്തിയ ഒരു ഒറ്റക്കണ്ണനായ പടയാളിയുടെ കണ്ണില് യേശുക്രിസ്തുവിന്റെ രക്തം വീഴുകയും അവന്റെ കണ്ണ് തുറന്നതായും ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്രയേറെ സാക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്തിനേറെ പറയുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു സൗഖ്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുകയാണ്. 11 വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട് ചില അന്യവിശ്വാസത്തിൻ്റെ മേഖലകൾ, ആരോ പറഞ്ഞതനുസരിച്ച് ചില വാസ്തു നോക്കുകയും ചില കണക്ക് നോക്കുകയും ചെയ്ത് ദൈവത്തെ തള്ളി മാറ്റി കടന്നുപോയി. അതെൻ്റെ ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാനേ സാധിച്ചുള്ളൂ. ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടമാകുന്നു, കുടുംബം തിരികെ നാട്ടിലേക്കുള്ള യാത്ര, ഒറ്റയ്ക്കായ സമയത്ത് എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് പോലും ചിന്തിച്ച് മരിക്കണം എന്താണ് മാർഗമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ദിവസം സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഷാർജ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ ഒരു ധ്യാനം നടക്കുന്നു, പറ്റുമെങ്കിലൊന്ന് പോവുക. മരിക്കാൻ തീരുമാനിച്ചവന് എന്ത് ധ്യാനം. പക്ഷെ ഞാൻ കടന്നുപോയി. അവിടെ വെച്ച് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതുമായൊരു ജനത്തെ കണ്ടപ്പോൾ ഏറ്റവും പിറകിൽ മാറിയിരുന്ന് പൊട്ടിക്കരയുവാൻ മാത്രമേ അന്ന് എനിക്ക് സാധിച്ചുള്ളൂ. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസനെ കൂട്ടിമുട്ടിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ സകല പൊട്ടത്തരങ്ങളും പാപത്തിൻ്റെ മേഖലകളും എന്തെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യമാണെന്നും തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിനായി മാറ്റിവെച്ചു. പിന്നീടുള്ള 3 വർഷ കാലഘട്ടം 2007 മുതൽ 2010 വരെ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധ സഭയുമൊക്കെ എനിക്ക് എന്താ പറയുക, ഭയങ്കര ആർത്തിയോടുകൂടി വിശുദ്ധ കുർബാനയിലും ബൈബിൾ വായനയിലുമൊക്കെ ഞാൻ കടന്നുപോയി. അങ്ങനെ ജീവിതം വീണ്ടും പച്ചപിടിച്ച് എന്താ പറയുക, കുടുംബം തിരികെ ഷാർജയിലേക്ക് എത്തുന്നു. ജീവിതം സന്തോഷകരമായി കടന്നു പോകുന്ന കാലഘട്ടം. വീണ്ടും ഒരു ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തുന്ന സമയം എൻ്റെ കുഞ്ഞ് ഏകദേശം 3.5 വയസ്സ് പ്രായമുള്ള ഒരു സമയം. കാല് നിലത്തു കുത്താതെ കട്ടിലിരുന്ന് കരയുന്ന എൻ്റെ കുഞ്ഞിനെ കണ്ട് നോക്കുമ്പോൾ മുട്ടിന് താഴേക്ക് പൊട്ടുതൊട്ടതുപോലെ രക്തത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ കാണുവാൻ പറ്റി. എൻ്റെ ജീവിത പങ്കാളി ഒരു നേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ കൂടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറെ വിളിക്കുകയും ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഞങ്ങൾ പോവുകയും ചെയ്തു. ഡോക്ടർ കുഞ്ഞിനെ കണ്ട മാത്രയിൽ പറഞ്ഞു, ഇത് 10,000-ലോ അല്ലെങ്കിൽ ലക്ഷത്തിലോ ഒരു ആൾക്ക് വരുന്നത് പോലത്തെ ഒരു രോഗമാണ്. അത് യൂറിൻ പാസ് ചെയ്യുമ്പോഴും സ്റ്റൂള് പാസ് ചെയ്യുമ്പോഴും ബ്ലഡ് കടന്നു പോകും. അത് മൂത്രമൊഴിച്ചാലും ഒക്കെ ബ്ലഡ് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു പ്രത്യേക വാസ്കുലൈറ്റിസ് എന്ന പേർ വിളിക്കുന്ന ഒരു രോഗം. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരണം. അങ്ങനെ അടുത്തുള്ള ഒരു ലാബിലേക്ക് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുമായി ഓടുന്ന സമയം എൻ്റെ കുഞ്ഞ് 3.5 വയസ്സ് പ്രായമുണ്ടെങ്കിലും അവന് അണ്ടർ വെയിറ്റ് ആയിരുന്നു. പ്രായത്തിനനുസരിച്ചുള്ള തൂക്കമോ ഉയരമോ ഒന്നും അന്ന് ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. വളരെ ശോഷിച്ച കൈകൾ. ബ്ലഡ് എടുക്കാൻ വേണ്ടി വെയിനിന് വേണ്ടി നേഴ്സസ് 2 കൈയിലും മാറി മാറി കുത്തുവാൻ തുടങ്ങി. പക്ഷേ കുഞ്ഞിൻ്റെ കരച്ചിലും ജീവിത പങ്കാളിയുടെ കരച്ചിലും, ഇതിൻ്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന എൻ്റെ അവസ്ഥ. 2 കൈയിലും ഇവർ വെയിനിന് വേണ്ടി കുത്തി നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ആ ആസ്പത്രിയുടെ വരാന്തയിൽ മുട്ടുകുത്തി ഞാൻ വിളിച്ചു പറഞ്ഞു, യേശു എൻ്റെ ദൈവമാണ്. ദൈവമേ, എൻ്റെ ജീവിതം ഞാൻ നിനക്കായി വിട്ടുതരികയാണ്. നീ അത്ഭുതം ചെയ്യണം.
ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയം, ഞാനൊരു ദർശനം ഇങ്ങനെ കാണുകയാണ്. കയ്യിലിങ്ങനെ ആണി അടിച്ചു കയറുന്ന യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം. എന്നിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയാണ്, 1.5 കിലോയിലധികം വരുന്ന ആണി എൻ്റെ കൈകളിൽ ഏറ്റെടുക്കുമ്പോൾ, മോനെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കേൾക്കുകയാണ്, നിന്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു സൂചി കയറുമ്പോൾ ഇത്രയേറെ നീ കരയുന്നുവെങ്കിൽ, ഈ ആണിപ്പാടുകൾ ഏറ്റ എൻ്റെ കരങ്ങൾ ഞാൻ യേശുവിൻ്റെ കരങ്ങൾ കാണുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ ആണി എൻ്റെ കൈകളിൽ ഞാൻ ഏറ്റെടുത്തത് എന്ന ഒരു ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കുന്ന സമയം, പ്രിയപ്പെട്ടവരെ, ആ ആസ്പത്രിയുടെ വരാന്തയിൽ മുട്ടുകുത്തി ഞാൻ പൊട്ടിക്കരഞ്ഞു. 5 മിനിറ്റ് എടുത്തില്ല. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതം നിനക്കായി ഞാൻ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം കുഞ്ഞിൻ്റെ വെയിൻ കിട്ടി, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, തിരികെ ഡോക്ടറെ വന്ന് കാണുന്നു. ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഇതിന് വളരെയേറെ ചിലവേറിയ ചികിത്സകളാണ്, അതുകൊണ്ട് നാട്ടിലേക്ക് കടന്നു പോകണം. ഞാൻ കുഞ്ഞുമായി 10 ദിവസത്തെ അവധിക്ക് നാട്ടിലേക്ക് കടന്നു വന്നു. എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു അക്രൈസ്തവ ഹോസ്പിറ്റലിൽ 1 മാസ കാലഘട്ടം കുഞ്ഞുമായി ട്രീറ്റ്മെൻറ്റ്. പൂനെക്ക് ബ്ലഡ് എടുത്ത് അയക്കുന്നു. അങ്ങനെ മറ്റു പല രീതിയിലുള്ള ടെസ്റ്റുകളും പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സ് ഒരുമിച്ചുള്ള ചികിത്സകളും. പക്ഷെ 1 മാസത്തിന് ശേഷം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് ഓൾ റൈറ്റ് ആണെന്ന് ഞങ്ങൾക്ക് പറയുവാൻ പറ്റുന്നില്ല, എന്താണ് ഇത്, എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ ഒരു നിസ്സഹായമായ ഒരവസ്ഥ. കുഞ്ഞിനെയും കൊണ്ട് തിരികെ നാട്ടിലേക്ക്. ആരോട് എന്തു പറയണമെന്ന് എനിക്കറിയത്തില്ല. വളരെയേറെ വേദനയോടെ ഞാൻ കുഞ്ഞുമായി വീട്ടിലേക്ക് തിരികെ വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു രൂപം എന്ന് വെച്ചാൽ, എന്നോട് സുവിശേഷം പറഞ്ഞ് യേശു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയുടെ മുഖം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. പിറ്റേ ദിവസം രാവിലെ വണ്ടിയും എടുത്ത് പാലായിക്കടുത്ത് ബ്രദർ റജി എന്ന് പറയുന്ന വ്യക്തിയുടെ അരികിലേക്ക് ഞാൻ യാത്രയായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ എത്തുമ്പോഴേക്കും എൻ്റെ കുഞ്ഞ് ഛർദ്ദിച്ച് വണ്ടിക്കകത്തെല്ലാം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞിനെ എടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകി എൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചു. എന്നോട് ബ്രദർ റജി പറഞ്ഞു, അദ്ദേഹം വന്ന് വീട് പണിയുന്ന സമയമാണ്. വീട് പണിയുവാനായി കുറുമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, വീട് പണിയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്രയായി. അവിടെ പോയി ആ വീട് പണിയുന്ന സ്ഥലത്ത് കരിങ്കല്ലിൻ്റെ വീട് പണിയുവാൻ ഇറക്കിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകളുടെ നടുവിൽ ഒരു തണുപ്പ് നോക്കി ഞങ്ങൾ 3 പേരും ഇരിക്കുകയാണ്. എൻ്റെ മടിയിൽ എൻ്റെ കുഞ്ഞ്. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് സമയമൊക്കെ ദൈവത്തെ സ്തുതിച്ചു, കുറച്ച് സമയം ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ആ മകനിലൂടെ എന്നോട് ചോദിച്ചു, മുഴുവൻ സമയവും ദൈവരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുവാൻ നീ തയ്യാറുണ്ടോ? ചോദ്യത്തിൻ്റെ ഒരു ആഴമൊന്നും എനിക്ക് മനസ്സിലായില്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു, സുവിശേഷത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ മുഴുവൻ സമയവും മാറ്റിവെക്കാൻ തയ്യാറുണ്ടോ? ഈ ഒരു ചോദ്യത്തിൻ്റെ നടുവിൽ എന്തുത്തരം പറയണമെന്നറിയാതെ ഞാൻ യെസ് എന്ന് പറഞ്ഞു. ഇന്നു തൊട്ട് എൻ്റെ ജീവിതം എൻ്റെ യേശുവിനെന്ന് പ്രഖ്യാപിച്ചതുപോലെ ഞാൻ അവിടെ വെച്ച് ഏറ്റുപറഞ്ഞു, എൻ്റെ യേശുവല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. ഇന്നു മുതൽ മരണം വരെ ഞാൻ എൻ്റെ യേശുവിനായി നിൽക്കും. ഈ സമയം എൻ്റെ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് ബ്രദർ റജി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. യേശു ഞങ്ങൾക്ക് ദൈവമാ. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അകത്തു നടന്ന ശക്തിയാൽ, അല്ലയോ കുഞ്ഞേ നീ സൗഖ്യം പ്രാപിക്ക് എന്ന വാക്കിനാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം 1 മാസക്കാലം ഡോക്ടേഴ്സിൻ്റെ നടുവിലൂടെ കടന്നുപോയിട്ടും മെഡിക്കൽ സയൻസ് നോ വിധി എഴുതിയ സമയത്തും സൗഖ്യം കിട്ടാതെ കടന്നുപോയ എൻ്റെ കുഞ്ഞ്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാലുകളിലുണ്ടായിരുന്ന പാടുകൾ അപ്രത്യക്ഷമായിക്കൊണ്ട് യേശുവിൻ്റെ കുരിശുമരണം എൻ്റെ കുഞ്ഞിന് സൗഖ്യമേകി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കള്ളമല്ല ഞാൻ ഈ പറയുന്നത്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് യേശുവിൻ്റെ കുരിശുമരണമാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിന് നടക്കാത്തതൊന്നും ഈ ലോകത്തില്ല. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, യേശുവല്ലാതൊരു ദൈവമില്ലെന്ന്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് സാധിക്കും. കാരണം അതിൻ്റെ അകത്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സൗഖ്യവും വിടുതലും അനുഗ്രഹവും വരാനിരിക്കുന്ന ലോകത്തേക്ക് നിത്യജീവനിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള പുതിയ പാതയും അവന്റെ കുരിശുമരണത്തിലൂടെ ദൈവം തുറക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണ്? ക്യാൻസർ ആണോ?
ട്യൂമറാണോ, ബാധ്യതയാണോ, കുഞ്ഞില്ലാത്ത സാഹചര്യമാണോ, അതോ വിവാഹ തടസ്സമാണോ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ വിശ്വസിക്കണം, യേശുവിന്റെ കുരിശുമരണത്തിൽ എനിക്കായി എൻ്റെ യേശു മരിച്ചു, എൻ്റെ യേശു എനിക്കായി രക്തം ചിന്തി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കാര്യങ്ങൾ മാറിമറിയും. പരിശുദ്ധ കുർബാന എന്ന് പറയുക സത്യമാ. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ആവിഷ്കാരമാണ്. അതിനകത്ത് അത്ഭുതം സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വലിയ അനുഗ്രഹത്തിന്റെ ഒരു ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ഒരു ആവിഷ്കാരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ മനസ്സിലാക്കുക, ഹെബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകൾ കൊണ്ടും നിങ്ങളെ ധന്യരാക്കട്ടെ. എന്ന് വെച്ചാൽ നിത്യമായ ഉടമ്പടി. ഈ ലോകത്ത് യേശുവിന്റെ കുരിശുമരണമാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തിയുള്ള പുതിയ ഉടമ്പടി നിങ്ങളെ സകല നന്മകൾ കൊണ്ടും ധന്യരാക്കട്ടെ. ഇതല്ലാതെ മറ്റൊരു ഉടമ്പടി ഈ ലോക ചരിത്രത്തിലില്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, അതിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കൊണ്ടുവരണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ അത് നിങ്ങൾ വിട്ടുകൊടുക്കണം. സങ്കീർത്തനം 38:18 ഇങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെ പറ്റി അനുതപിക്കുന്നു. നിങ്ങൾ അനുതപിക്കണം. പാപ സ്വഭാവത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. കാരണം യേശുവിന്റെ കുരിശുമരണം അതിനകത്ത് എന്ന് വെച്ചാൽ യേശുവിന്റെ ക്ഷതങ്ങളാൽ, യേശുവിന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനപ്പുറം മറ്റൊരു സത്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാം. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കുരിശുമരണത്തിന്റെ ആഴം, കുരിശുമരണത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൗഖ്യം കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവര്, വേദനയിലൂടെ കടന്നു പോകുന്നവര്, എത്രയേറെ ജനം ഇന്ന് വേദനയിലാണ്. പിതാവേ, ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിതം മുഴുവൻ ക്രിസ്തുവിനായി സമർപ്പിക്കുവാൻ ഈ ജനത്തിന്റെ നടുവില് ദൈവത്തിന്റെ ആത്മാവ് ഈ യേശുവിന്റെ കുരിശുമരണത്തിന്റെ വലിയ സാന്നിധ്യം അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശുമരണത്തിന്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന വലിയ സൗഖ്യം ഇന്ന് സകല ജനത്തിന്റെ മേലും ഒഴുകട്ടെ. വേദനയിലായിരിക്കുന്നവര്, ക്യാൻസറിലായിരിക്കുന്നവര്, ദൈവമേ ഇന്ന് തകർച്ചയുടെ കടന്നു പോകുന്നവര് എല്ലാം ഇന്ന് കുരിശുമരണത്തിലേക്ക് തിരികെ ജീവിതത്തെ സമർപ്പിച്ച് യേശു എൻ്റെ ദൈവമാണെന്നും യേശു അല്ലാതൊരു ദൈവമില്ലെന്ന് വിശ്വസിക്കുവാനും, വചനം സത്യമാണെന്നും വചനം നെഞ്ചിലേറ്റെടുക്കുവാനും, മരണം വരെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമെന്ന് വാക്കുകൊടുത്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുവാനും ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയില് ഈ നോമ്പുകാലത്ത് ദൈവമേ അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ സകല നന്മകൾക്കും ദൈവം നൽകിയ സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാം ഞങ്ങൾ കാൽവരിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.